കണ്ടീരവിലെ കഴുകന്മാരുടെ ആർത്തിയും ദാഹവും ഇനിയും ഒട്ടും ഒടുങ്ങിയിട്ടില്ല എന്ന് വേണം ആവർത്തിച്ച് പറയാൻ. മുന്നിൽ വരുന്നവരുടെ എല്ലാവരുടെയും കഴുത്തറുത്ത് ചോര കുടിക്കുന്ന ആ കഴുകന്റെ വീര്യം ഇന്ന് അറിഞ്ഞത് മറീന മച്ചൻസ് ആയിരുന്നു. 4-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ചെന്നൈയിൻ എഫ് സി ഇന്ന് കഴുകന്മാരുടെ മുന്നിൽ പരാജയപ്പെട്ടു വീണത്. തുടക്കത്തിൽ ചെന്നൈയിൻ എഫ് സിയുടെ രാജകീയമായ തിരിച്ചുവരവായിരിക്കും ഈ ഒരു മത്സരത്തിന്റെ ഒരു പൂർവാംശം എന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. ആദ്യം ബംഗളൂരു തന്നെയായിരുന്നു ഗോൾ അടിച്ചത്. ഈ മത്സരത്തിൽ കളം നിറഞ്ഞ് കളിച്ച റയാൻ വില്യംസിലൂടെ ആദ്യം അവർ ഗോൾ നേടി. പക്ഷേ അധികം വൈകാതെ തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് ഗോൾ മടക്കാൻ കഴിഞ്ഞു. 16-ാമത്തെ മിനിറ്റിൽ റയാൻ എഡ്വേർഡ്സ് ഗോൾ നേടിയെങ്കിൽ പോലും ഇർഫാൻ യദൽ എന്ന യുവ ഇന്ത്യൻ താരത്തിലൂടെ 19-ാമത്തെ മിനിറ്റിൽ ചെന്നൈയിൻ എഫ് സി ഗോൾ മടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റെഗുലർ സ്കോറർ, ഏജിംഗ് സ്കോറർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏജിംഗ് ഫൈൻ വൈൻ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ സുനിൽ ഛേത്രിയെ വിശേഷിപ്പിക്കണം. ഈ ഒരു പ്രായത്തിലും തന്റെ സ്കോറിംഗ് എബിലിറ്റിക്ക് കുറവില്ല എന്ന് തെളിയിക്കുന്ന ഛേത്രി 43-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ഹെഡറിൽ കൂടി ബംഗളൂരുവിന് വീണ്ടും ലീഡ് നൽകുന്നു. അതിനുശേഷം 47-ാമത്തെ മിനിറ്റിൽ അത് ഹേമന്തയുടെ ഗോളാണെന്നൊന്നും പറയാൻ പറ്റില്ല. ബംഗളൂരു എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് വരുത്തിയ ഒരു പിഴവിൽ നിന്നും സെൽഫ് ഗോളായിട്ടാണ് ഞാൻ കണക്കിലാക്കുന്നത്. പക്ഷേ ഹനുമന്തയുടെ ഗോളായിട്ടാണ് കണക്കിലാക്കിയത്. ഗുർപ്രീതിന്റെ ഒരു ബിഗ് ബ്ലണ്ടറിൽ കൂടി ചെന്നൈയിൻ എഫ് സി സമനില പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം 68-ാമത്തെ മിനിറ്റിൽ ജോർജ പെരേര ഡൈസിന്റെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് പാസിൽ നിന്നും റയാൻ എഡ്വേർഡ്സ് തന്നെ ഒരുക്കിക്കൊണ്ടുവന്ന അവസരം അദ്ദേഹം ഡൈസിലേക്ക് നൽകി. ഡൈസ് തിരിച്ച് നൽകിയ പന്ത് കണ്ണിങ് ആയിട്ട് ഫിനിഷ് ചെയ്ത് ലീഡ് എടുക്കുന്നു. അതിനുശേഷം 82-ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ കൂടി ദാനമായി കിട്ടി. ആ ഓൺ ഗോളിന് വഴി ഒരുക്കിയത് നമ്മുടെ റയാൻ എഡ്വേർഡ്സ് തന്നെയാണ്. റയാൻ എഡ്വേർഡ്സ് മുന്നിലേക്ക് മറിച്ച് നൽകിയ പന്ത് ഛേത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ റന്തലായി ഇടയ്ക്ക് വീണു. അങ്ങനെ സെൽഫ് ഗോളായി മാറി. അങ്ങനെ 4-2 എന്ന സ്കോർ മാർജിനിൽ ബംഗളൂരു എഫ് സി മറീന മച്ചൻസിനെ വീഴ്ത്തി.